നമസ്കാരം എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സ്ത്രീകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങളും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ്. അപ്പൊ ഡീറ്റെയിൽഡ് വേർഷനിലോട്ട് പോകുന്നില്ല. ചോദിക്കാൻ സാധ്യതയുള്ള സ്കീമുകളും അതുപോലെ സോഷ്യൽ വെൽഫെയറിനെ പറ്റിയിട്ടൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കാൻ പോകുന്നതും ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് എന്ന് തോന്നുന്നത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇംഗ്ലീഷ് കണ്ടിട്ട് ആരും പോകണ്ട, മലയാളം എക്സ്പ്ലനേഷൻ പറയുന്നതായിരിക്കും. പിന്നെ ഡിഗ്രി ലെവലുകാർ ശ്രദ്ധിക്കാൻ പറയുന്നു. ആദ്യം നിങ്ങൾ മലയാളം മീഡിയം സെലക്ട് ചെയ്താൽ പോലും നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻസ് ഇപ്പുറത്ത് കാണുമല്ലോ. അപ്പൊ ആദ്യം ഇംഗ്ലീഷ് ഒന്ന് വായിച്ചതിന് ശേഷം മലയാളം വായിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം ഇവർ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് മലയാളത്തിലേക്ക് മാറ്റുന്നത്. അപ്പൊ ഈ മലയാളം വായിച്ചിട്ട് ചിലതൊക്കെ നമുക്ക് അറിയത്തില്ലാത്ത രീതിയിലായിട്ട് നമ്മൾ അതങ്ങ് വിട്ടുകളയും. പക്ഷെ ഇംഗ്ലീഷ് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് അറിയുകയും ചെയ്യായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. Question number 1. Name the online platform launched by the Ministry of Women and Child Development to support women entrepreneurs. ഏതാണ്? മഹിള ഇ ഹാത്ത് എന്നുള്ളതാണ് മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്. എന്താണെന്ന് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായല്ലോ. മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്, അങ്ങനെ നമുക്കൊരു മന്ത്രി, ഒരു മിനിസ്ട്രി തന്നെയുണ്ട്. സ്ത്രീകളുടെയും കുട്ടികളുടെയും ഡെവലപ്മെന്റും സപ്പോർട്ടിനും വേണ്ടിയിട്ടുള്ള ഒരു മിനിസ്ട്രി. അവര് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? ടു സപ്പോർട്ട് വുമൺ എന്റർപ്രണേഴ്സ്. പുതിയ സ്ത്രീകൾക്കിടയിൽ നിന്നും പുതിയ സംരംഭകരെ കൊണ്ടുവരാനായിട്ടും അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ടും ഇവർ തുടങ്ങിയിട്ടുള്ള പുതിയൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ് മഹിള ഇ ഹാത്ത് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇതിനെ പറ്റിയിട്ട് നോക്കുക. മഹിള ഇ ഹാത്ത് സ്കീം ഹാസ് ലോഞ്ച്ഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഓൺ 7th March 2016. അപ്പം 2016 മാർച്ച് 7-നാണ് ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഇവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് ബേസിക്കലി എ ഡയറക്റ്റ് ഓൺലൈൻ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം. ശരിക്കും ഇത് എന്താണ്? ഒരു ഡയറക്റ്റ് ഓൺലൈൻ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം ആണെന്നൂടെ ഓർത്തു വെക്കുക. Question number 2. The Central Social Welfare Board was established in. ഏത് വർഷമാണ് സെൻട്രൽ സോഷ്യൽ വെൽഫെയർ ബോർഡ് എസ്റ്റാബ്ലിഷ്ഡ് ആയത്? ഓപ്ഷൻ ഡി 1953 സെൻട്രൽ സോഷ്യൽ വെൽഫെയർ ബോർഡ് എസ്റ്റാബ്ലിഷ്ഡ് ആയത്. സെൻട്രൽ സോഷ്യൽ വെൽഫെയർ ബോർഡ് തെറ്റിക്കരുത്, 53 കേട്ടോ. അപ്പം സെൻട്രൽ ബോർഡ് എന്താണ് എസ്റ്റാബ്ലിഷ്ഡ് ആയത് 1953. എന്തിന്റെ അണ്ടറിലാണ്? റെസല്യൂഷൻ ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ റെസല്യൂഷന്റെ ഭാഗമായിട്ടാണ് 1953 ഈ ഒരു സെൻട്രൽ സോഷ്യൽ വെൽഫെയർ ബോർഡ് തുടങ്ങിയത്. അടുത്തത് വുമൺ ഹെൽപ്പ് ലൈൻ സ്കീം ലോഞ്ച് ചെയ്തത് എന്നാണ്? 2015 വുമൺ ഹെൽപ്പ് ലൈൻ സ്കീം ഇപ്പൊ നിലവിലുണ്ടല്ലോ. വുമൺ ഹെൽപ്പ് ലൈൻ സ്കീം ലോഞ്ച് ചെയ്ത വർഷം 2015 എന്നാണെന്ന് ചോദിക്കുവാണെങ്കിൽ April 1 കേട്ടോ. ഇവിടെ കൊടുത്തിട്ടുണ്ട് April 1, 2015 ഈ വുമൺ ഹെൽപ്പ് ലൈൻ സ്കീം ലോഞ്ച് ചെയ്തത്. അതും തെറ്റിക്കരുത്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 4. Which of the following scheme provide education to girls and their welfare? ഏത് സ്കീമാണ് കുട്ടികൾക്ക്, അതായത് കൊച്ചു കുട്ടികൾക്ക് എഡ്യൂക്കേഷനും അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത്? എല്ലാവർക്കും അറിയാം, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ അല്ലെ. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ സ്കീം എന്താ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്? കൊച്ചു പെൺകുട്ടികൾക്ക് എഡ്യൂക്കേഷനും അതുപോലെ അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ സ്കീം വന്നിരിക്കുന്നത്. അത് ചോദിക്കാറുമുണ്ട് ഇപ്പം. 5. Which scheme help in the prevention of trafficking and provide support to rescue, rehabilitation, reintegration and repatriation for women? അതായത് ഈ പറയുന്നവയിൽ ഏത് സ്കീമാണ് ട്രാഫിക്, അതായത് മനുഷ്യക്കടത്ത്, വുമൻസിനെയാണ് പ്രധാനമായിട്ടും കടത്തുക, അവരെ എന്താണ് അല്ലെങ്കിൽ അവർക്ക് സംരക്ഷണം കൊടുക്കുക, അവരെ ഒന്ന് കയറ്റിക്കൊണ്ടുവരിക, അങ്ങനെയൊക്കെയുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് വന്നിരിക്കുന്ന ഒരു സ്കീമാണ് ഉജ്ജ്വല സ്കീം എന്ന് പറയുന്നത് കേട്ടോ. ഉജ്ജ്വല എന്ന് പറയുന്ന സ്കീം. അപ്പം ഇത് ശരിക്കും എന്തിനുള്ളതാണ്? ഈ വിക്ടിംസിന് വേണ്ടിയിട്ടാണ്. ഈ അതായത് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ, കൊമേഴ്ഷ്യൽ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ നേരിട്ടിട്ടുള്ളവർക്കും ട്രാഫിക്കിങ്ങിനകത്ത് പെട്ടിട്ടുള്ള പെൺകുട്ടികൾക്ക്, അതായത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? അതായത് അവര് റെസ്ക്യൂ, റീഹാബിലിറ്റേഷൻ, റീഇന്റഗ്രേഷൻ ഈ വിക്ടിംസിന് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഉജ്ജ്വല സ്കീം എന്ന് പറയുന്നത്. ഒരു കോംപ്രഹെൻസീവ് സ്കീം ആണെന്നൂടെ ഓർത്തു വെച്ചേക്കുക ഉജ്ജ്വല. 6. സപ്പോർട്ട് ടു ട്രെയിനിങ് ആൻഡ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം ഫോർ വുമൺ സ്കീമേഴ്സ്. എന്താണ്?
ട്രെയിനിങ്ങും എംപ്ലോയ്മെന്റും പ്രൊവൈഡ് ചെയ്യുന്നു സ്ത്രീകൾക്ക്. അത് ഏതാണ്? സ്റ്റെപ്പ് എന്ന് ഓർക്കുക കേട്ടോ. സ്റ്റെപ്പ് ട്രെയിനിങ് ആൻഡ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം ഫോർ വുമൺ സ്കീം ഈസ് സ്റ്റെപ്പ് ആണ്. സ്റ്റെപ്പ് സ്കീം ഈസ് സപ്പോർട്ട് ടു ട്രെയിനിങ് ആൻഡ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം ഫോർ വുമൺ വിച്ച് പ്രൊവൈഡ് സ്കിൽ ദാറ്റ് ഗീവ് എംപ്ലോയബിലിറ്റി. അതായത് സ്കില്ലാണ് ശരിക്കും അവിടെ പഠിപ്പിക്കുന്നത്. അതുവഴി അവർക്ക് എന്ത് കിട്ടും? ജോലിയിലേക്ക് എത്തിച്ചേരാം. അപ്പൊ സ്റ്റെപ്പ് എന്ന് ഓർക്കുക. സ്റ്റെപ്പ്. അടുത്തത് പ്രിയദർശിനി സ്കീം പ്രൊവൈഡ്സ്. എന്താണ് ഈ പ്രിയദർശിനി സ്കീം? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടെയാണ് പ്രവർത്തിക്കുന്നത്? മിഡ് ഗംഗാറ്റിക് പ്ലെയിൻസിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കീം അല്ലെങ്കിൽ ഒരു വുമൺ എംപവർമെന്റ് ആണ് ഈ പ്രിയദർശിനി സ്കീം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതിനകത്ത് എന്തൊക്കെ വരുമെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. വുമൺ എംപവർമെന്റ് ആണ് ലക്ഷ്യം പ്രിയദർശിനിയുടെ. ലൈവ്ലിഹുഡ് ഇൻ മിഡ് ഗംഗാറ്റിക് പ്ലെയിൻസ്, അത് ശരിയാണ്. മിഡ് ഗംഗാറ്റിക് പ്ലെയിൻസിലെ ലൈവ്ലിഹുഡ് ആണ്. എംപവർ ടു അഡ്രസ് വുമൺ ലീഗൽ പൊളിറ്റിക്കൽ ആൻഡ് ഹെൽത്ത് പ്രോബ്ലംസ്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? വുമൻസിന്റെ ലീഗൽ പൊളിറ്റിക്കൽ ഹെൽത്ത് പ്രോബ്ലംസിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിനെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് പ്രിയദർശിനി. ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 8. ഇന്ദിരാഗാന്ധി മാതൃത്വ സഹയോഗ യോജന ലോഞ്ച് ചെയ്ത വർഷമാണ് 2010. കേട്ടോ. ഇന്ദിരാഗാന്ധി മാതൃത്വ സഹയോഗ യോജന 2010 ലോഞ്ച് ചെയ്തത്. ഇറ്റ് ഈസ് എ കണ്ടീഷണൽ മെറ്റേണിറ്റി ബെനിഫിറ്റ് സ്കീം ഫോർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. എന്താ അത്? കണ്ടീഷണൽ ആയിട്ടുള്ള മെറ്റേണിറ്റി ബെനിഫിറ്റ് സ്കീം ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. മാതൃത്വ സഹയോഗ യോജന ഇന്ദിരാഗാന്ധി 2010. അടുത്തത് നാഷണൽ മിഷൻ ഫോർ എംപവർമെന്റ് ഓഫ് വുമൺ എന്നാണ് ലോഞ്ച് ചെയ്തത്. ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നാഷണൽ മിഷൻ ഫോർ എംപവർമെന്റ് ഓഫ് വുമൺ വാസ് ലോഞ്ച്ഡ് ഓൺ 15 August 2011 ആണ് കേട്ടോ. 15 August 2011 ആണ്. എന്നാണ് 15 August 2011. To empower women historically. എന്തിനു വേണ്ടിയിട്ടാണ്? നാഷണൽ മിഷൻ ഫോർ എംപവർമെന്റ് വുമൺ വാസ് ലോഞ്ച്ഡ് ഓൺ 15 August 2011 ടു എംപവർ വുമൺ ഹിസ്റ്റോറിക്കലി. അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത 10. വിച്ച് സ്കീം പ്രൊമോട്ട് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ത്രൂ ഇൻവോൾവ്മെന്റ് ഓഫ് സ്റ്റുഡന്റ് വോളണ്ടിയേഴ്സ് ഫോർ എംപവർമെന്റ് ഓഫ് റൂറൽ വുമൺ. അത് പ്രധാനമന്ത്രി മഹിളാ ശക്തി കേന്ദ്ര സ്കീം എന്നാണ് അതിന്റെ പേര്. വിച്ച് സ്കീം പ്രൊമോട്ട് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ. കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സ്കീം ത്രൂ ഇൻവോൾവ്മെന്റ് ഓഫ് സ്റ്റുഡന്റ് വോളണ്ടിയർ. ആരെയാണ് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തത്? സ്റ്റുഡന്റ് വോളണ്ടിയേഴ്സിനെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. എന്തിന്? റൂറൽ വുമൻസിന്റെ എംപവർമെന്റിന് വേണ്ടി. അങ്ങനെ ഒരു സ്കീം ഏതാണ്? പ്രധാനമന്ത്രി മഹിളാ ശക്തി കേന്ദ്ര സ്കീമാണ് കേട്ടോ. അപ്പൊ ഈ പ്രധാനമന്ത്രി മഹിളാ ശക്തി കേന്ദ്ര സ്കീം പ്രൊമോട്ട് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ത്രൂ ഇൻവോൾവ്മെന്റ് ഓഫ് സ്റ്റുഡന്റ് വോളണ്ടിയർ ഫോർ എംപവർമെന്റ് ഓഫ് റൂറൽ വുമൺ. ഓർത്തു വെച്ചേക്കാം. അപ്പൊ 10 ചോദ്യങ്ങൾ കേൾക്കുമ്പം നമുക്ക് ഈസി ആയിട്ട് തോന്നാം. പക്ഷെ ഈ 10 ചോദ്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ പലതും നമുക്ക് സ്ത്രീകളുടെ പ്രൊട്ടക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ചോദിക്കാം. സ്കീമിനകത്തും ചോദിക്കാം. സ്ത്രീകളുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട സ്കീമുകളും വർഷങ്ങളും ഒക്കെ ചോദിക്കുമ്പോൾ ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ നോട്ട് ചെയ്ത് പഠിക്കുക. 10 ക്വസ്റ്റ്യനേ ഉള്ളൂ. നോട്ട് ചെയ്ത് പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.